അപ്പോൾ ഇപിക്കെതിരെ നടപടിയെടുത്താൽ പിണറായിക്കെതിരെയും നടപടിയെടുക്കേണ്ടി വരില്ലേ? VS നഖശിഖാന്തം വിമർശിച്ച ഫാരിസ് അബൂബക്കറിനെ പോലുള്ള ഷേഡി ക്യാരക്ടേഴ്സുമായി പിണറായിക്കുള്ള അടുപ്പം നാട്ടിൽ പാട്ടാണ്. അതുകൊണ്ട് നടപടിയിൽ നിന്ന് പിണറായിയെ ഒഴിവാക്കാൻ പറ്റുമോ? അല്ല, പിണറായിക്കെതിരെ നടപടി വരുമെന്നുള്ളതിനേക്കാൾ പ്രധാനമെന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റിക്ക് ജയരാജനെതിരെ ഒരു നടപടി ശുപാർശ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ശുപാർശ ചെയ്യില്ല. ഇത് ചെയ്യില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് RCMല സ്കൂളിൽ വെച്ചിട്ട് മിസ്റ്റർ വിജയൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്താണ്? അതൊരു നോട്ടപ്രസംഗം മാത്രമാണ്, ആരോടും സംസാരിക്കുന്നതൊന്നും കുറ്റകരമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ വേർബ്. അതാണ് ആരോടും സംസാരിക്കുന്നത് കുറ്റകരമല്ല. ആരോടും സംസാരിക്കുന്നത് കുറ്റകരമല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചത് കുറ്റകരമാണ് എന്ന് നാളെ നിങ്ങളാരും വിധിയെഴുതാനും വരണ്ട, ഞാനത് സമ്മതിക്കില്ല എന്നാണ്. അതിനർത്ഥം നിങ്ങൾക്ക് ഇതിനകത്ത് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ എന്താവാം, ഈ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കാമെന്ന പരസ്യ പ്രഖ്യാപനമാണ്. അതായത് ഒരു പാർട്ടിയുടെ സംഘടനയെ അടിമുടി പൊളിക്കുന്ന പണിക്ക് യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടിയുടെ വലിയ പ്രമാണി എന്ന് പറയുന്ന അയാൾ അതിന് അനുവാദം നൽകിയിരിക്കുന്നു എന്നതാണ്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഈ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് വാസ്തവത്തിൽ കേരളം കാണാൻ പോകുന്ന ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന ഒരു ചിത്രം എന്നാണ് മിസ്റ്റർ നമ്പ്യാരെ എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ ചോദ്യത്തിനുള്ള മറുപടി എന്നൊക്കെ ഞാൻ പറഞ്ഞത്.